റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിന് താമസിക്കാൻ ഇന്ത്യ ഒരുക്കുന്ന വസതിയെക്കുറിച്ചാണ് ഇപ്പോൾ എല്ലായിടത്തും ചർച്ച. പ്രധാനപ്പെട്ട വിദേശ നേതാക്കൾ ഇന്ത്യയിലേക്ക് വരുമ്പോൾ ഏറ്റവും തന്ത്രപ്രധാനമായ നിരവധി ചർച്ചകൾ നടക്കാറുള്ളത് ഡൽഹിയിലെ ഒരു കൊട്ടാരത്തിൽ വെച്ചാണ്. ഹൈദരാബാദ് ഹൌസ് എന്നു പേരുള്ള ഡൽഹിയിലെ പ്രധാനപ്പെട്ട ഒരു സർക്കാർ അതിഥി മന്ദിരമാണ് അതിനായി തെരഞ്ഞെടുക്കാറുള്ളത്. ലോകത്തിലെ ഏറ്റവും ധനികരിൽ ഒരാളായിരുന്ന ഹൈദരാബാദിന്റെ അവസാന നിസാം എന്നറിയപ്പെട്ട മിർ ഒസ്മാൻ അലി ഖാൻ ആസൂത്രണം ചെയ്ത ഒരു കൊട്ടാരമാണ് ഡൽഹിയിലെ ഈ നയതന്ത്ര ഭവനം. ഇതേ ഭവനം തന്നെയാണ് ഇപ്പോൾ വ്ളാഡിമിർ പുടിന്റെ ഉഭയകക്ഷി ചർച്ചയ്ക്കും വിരുന്നുകൾക്കും മറ്റ് ഔപചാരിക പരിപാടികൾക്കും ആതിഥേയത്വം വഹിക്കാൻ പോകുന്നത്. ഒരു കാലത്ത് സാമ്രാജ്യത്തിന്റെ വലുപ്പം വിളിച്ചോതാനായി രൂപകൽപ്പന ചെയ്തിരുന്ന കൊട്ടാരത്തിന്റെ ഇടനാഴികൾ, പടിക്കെട്ടുകൾ, മുറ്റങ്ങൾ എന്നിവ ഇന്ന് ലോകത്തെ സ്വാധീനിക്കുന്ന തീരുമാനങ്ങൾ എടുക്കുന്നതിന്റെ പശ്ചാത്തലമായി മാറുകയാണ്. 100 വർഷങ്ങൾക്ക് മുമ്പ് ബ്രിട്ടീഷുകാർ ഇന്ത്യയുടെ തലസ്ഥാനം കൽക്കട്ടയിൽ നിന്ന് ഡൽഹിയിലേക്ക് മാറ്റാൻ തീരുമാനിച്ച സമയത്ത് നിരവധി നാട്ടുരാജ്യങ്ങൾ പുതുതായി രൂപകൽപ്പന ചെയ്ത നഗരത്തിൽ തങ്ങളുടെ പ്രാധാന്യം ഉറപ്പിക്കാൻ തീരുമാനിക്കുകയായിരുന്നു. അന്ന് വൈസ്രോയുടെ ഭവനത്തിന് തൊട്ടടുത്ത് തന്നെ തനിക്ക് ഭവനം വേണമെന്നായിരുന്നു ഹൈദരാബാദിന്റെ നിസാമിന്റെ ആവശ്യം. എന്നാൽ വൈസ്രോയ് അത് എതിർത്തു. പിന്നീട് വൈസ്രോയുടെ ഭവനത്തിന് 3 കിലോമീറ്റർ അപ്പുറത്ത് നിസാമിന് സ്ഥലം ലഭിച്ചു. അങ്ങനെ അവിടെ അദ്ദേഹത്തിന്റെ സ്വപ്ന ഭവനം ഉയരുകയും ചെയ്തു. അതിനുശേഷം വർഷങ്ങൾക്കിപ്പുറം പല ലോക നേതാക്കളെയും സ്വീകരിക്കുന്ന ഇന്ത്യയിലെ ഉന്നതതല യോഗങ്ങൾക്കുള്ള ഏറ്റവും പ്രധാനപ്പെട്ട സ്ഥലങ്ങളിലൊന്നായി ഈ വസതി മാറി. ബിൽ ക്ലിന്റൺ, ജോർജ് ഡബ്ല്യു ബുഷ്, വ്ളാഡിമിർ പുടിൻ തുടങ്ങിയ നിരവധി ലോക നേതാക്കൾ അന്താരാഷ്ട്ര ചർച്ചയ്ക്കായി എത്തിച്ചേർന്നു. ഇപ്പോൾ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിന്റെ ചർച്ചകൾ നടക്കുന്നതോടെ ഹൈദരാബാദ് ഹൌസ് വീണ്ടും ആഗോള ശ്രദ്ധാകേന്ദ്രമാവുകയാണ്. ഇന്ത്യ ഗേറ്റിന് സമീപം 8.2 ഏക്കർ വിസ്തൃതിയിലാണ് ഹൈദരാബാദ് ഹൌസ് സ്ഥിതി ചെയ്യുന്നത്. 36 മുറികളും ഈണ്ട ഇടനാഴികളും തുറന്ന മുറ്റങ്ങളും ഈ കൊട്ടാരത്തിനുണ്ട്. മുഗൾ സാമ്രാജ്യത്തിന്റെയും യൂറോപ്യൻ ശൈലിയുടെയും മിശ്രിതമായാണ് ഈ കെട്ടിടം നിർമ്മിച്ചിരിക്കുന്നത്. വൃത്താകൃതിയിലുള്ള പ്രവേശന കവാടത്തിലും മുകളിലെ ഇടനാഴിയിലും വജ്രത്തിന്റെ ആകൃതിയിലുള്ള മാർബിൾ തറകൾ കെട്ടിടത്തിന്റെ മുഖമുദ്രയാണിന്ന്. 1920കളിൽ നിർമ്മിച്ച ഈ കൊട്ടാരത്തിന് ഇന്ന് ഏകദേശം 170 കോടി രൂപ വില വരും. തന്റെ പ്രൗഢി ഒട്ടും ചോർന്നു പോകരുതെന്ന നിർബന്ധത്തോടെയാണ് ഒസ്മാൻ അലി ഖാൻ ഈ കൊട്ടാരം നിർമ്മിച്ചത്. എന്തായാലും പ്രധാനമന്ത്രി മോദിയുടെ ക്ഷണം സ്വീകരിച്ച് ഇന്ത്യയിലെത്തിയ വ്ളാഡിമിർ പുടിൻ മോദിയുമായി ഈ ഹൌസിൽ വെച്ചായിരിക്കും നിർണായക ഉഭയകക്ഷി ചർച്ച നടത്തുക. ഈ സന്ദർശനത്തിൽ വ്യാപാരവും പ്രതിരോധ സഹകരണവും വർദ്ധിപ്പിക്കുന്നതിൽ ഇരുവരും പ്രത്യേക ശ്രദ്ധ കേന്ദ്രീകരിക്കുകയും ചെയ്യും. ഇരു രാജ്യങ്ങളും നിരവധി കരാറുകളിലും ഒപ്പുവെക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്.